ഇപ്പോൾ പ്രദേശവാസിയെ സച്ചു എന്നയാൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സച്ചു, ഈ അപകടത്തെക്കുറിച്ച് ഉള്ള അറിവ് താങ്കളുടെ എന്താണ്? താങ്കൾ ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നോ? എഞ്ചിൻ വെച്ച വള്ളത്തിലാണ് അവർ യാത്ര ചെയ്തത്. അപ്പോൾ ഇന്നിപ്പോ ഭയങ്കര കാറ്റാണ്. ആ കാറ്റ് കാരണം നല്ല ഓളമുണ്ട്. നല്ല തിര പോലെ, നമ്മുടെ കടലിലുണ്ടാവുന്ന തിര പോലെ നല്ല ഓളമാണ് കായലിലുള്ളത്. അപ്പൊ അതുകൊണ്ട് വള്ളം മറിഞ്ഞതാണ്. കുറച്ച് പേര് രണ്ട് സൈഡിലേക്ക്, കുറച്ച് പേര് അപ്പുറത്തെ സൈഡിലേക്കും കുറച്ച് പേര് ഇപ്പുറത്തെ സൈഡിലേക്കും നീന്തി കയറി. നീന്തി കയറാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറച്ച് ഒരുമാതിരിപ്പെട്ട എല്ലാവരെയും നമ്മൾ രക്ഷപ്പെടുത്തി. ഇനിയിപ്പോ ആള് മിസ്സിംഗ് ആണെന്നാണ്. സച്ചുവിന്റെ ടെലിഫോണിൽ ഇപ്പം വ്യക്തതക്കുറവുണ്ട്. എന്തായാലും നമുക്കറിയാൻ കഴിയുന്ന വിവരമനുസരിച്ചാണെങ്കിൽ 30 പേർ അപകടത്തിൽപ്പെട്ടു എന്ന ആദ്യത്തെ വാർത്ത വരുമ്പോൾ വലിയ ആശങ്കയായിരുന്നു. പക്ഷേ ആ ആശങ്ക ഒഴിയുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ വൈക്കം പോലീസ് അറിയിക്കുന്നത്. മരണവീട്ടിലേക്ക് പോയ വള്ളത്തിലാണ് 30ഓളം ആളുകൾ യാത്ര ചെയ്തിരുന്നത്. ആ വള്ളമാണ് മറിഞ്ഞത്. മുറിഞ്ഞപുഴയിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വൈക്കം ഭാഗത്തെ ശക്തമായ കാറ്റാണ് ഈ അപകടത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് ദൃക്സാക്ഷിയായിട്ടുള്ള ആ പ്രദേശവാസിയായിട്ടുള്ള ഒരു വ്യക്തി സച്ചു എന്നാണ് നമ്മോട് പ്രതികരിച്ചത്. വാർഡ് മെമ്പറും നേരത്തെ പറഞ്ഞിരുന്നു. കാരണം തീരത്ത് നിന്നും കരയിൽ നിന്നും അധിക ദൂരം ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ അപകടം ഒഴിവായി. എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. കൂടുതൽ ആളുകളും അതോടെ നിന്നും നീന്തി കയറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വൈക്കം മുറിഞ്ഞപുഴയിലാണ് ഈ അപകടം. സച്ചു അതായത് എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അല്ല, ഒരാളിപ്പോ നമുക്ക് മിസ്സിംഗ് ആണ്. അയാൾക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മള് അപ്പുറത്തെ കരയിൽ നിന്നും ഇപ്പുറത്തെ കരയിൽ നിന്നുള്ള ആൾക്കാർ വള്ളത്തിൽ നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അത്രയും കാറ്റാണ് നമുക്കിപ്പോ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ബോട്ട് വന്നിട്ടുണ്ട്. ആ ബോട്ട് അവര് പുഴയിലൂടെ ഓടിച്ച് നോക്കുകയാണ്. എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നീന്തി കയറിയവരുടെ കൂട്ടത്തിൽ ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ? അതെ, രണ്ടുപേരാണ് നീന്തി, ഒരാളുടെ പുറകെ ഒരാൾ വന്ന് നീന്തി കയറി, അയാളുടെ പുറകെയിൽ വന്ന ആളാണ് മിസ്സിംഗ് ആയിട്ട് ഇപ്പൊ നമുക്ക്